നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പെരുമൺ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 36 വർഷം. കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നാണ് പെരുമൺ ദുരന്തം. 1988 ജൂലൈ 8-നാണ് കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞത്. 105 ജീവനുകളാണ് അന്ന് അഷ്ടമുടി കായലിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞത്. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അഷ്ടമുടി കായലിലെ ആഴങ്ങളെ പോലെ അപകട കാരണം ഇന്നും നിഗൂഢമായി തുടരുകയാണ്. ടൊർണാഡോ ചുഴലിക്കാറ്റാണ് ദുരന്തത്തിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഒരു ചെറിയ കാറ്റ് പോലും അപകട സമയത്ത് പെരുമണിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനാൽ തന്നെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 105 പേരുടെ കുടുംബാംഗങ്ങളോ കേരള ജനതയോ ഈ കാരണം ഇന്നും വിശ്വസിച്ചിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ 8 ബോഗികളാണ് അപകട സമയത്ത് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞത്. ഉച്ചയ്ക്ക് 12:56-നായിരുന്നു സംഭവം. 81 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വന്ന ട്രെയിൻ പാലത്തിലെത്തിയപ്പോൾ ബോഗികൾ കായലിലേക്ക് മറിയുകയായിരുന്നു. 1988 ജൂലൈ 8-ാം തീയതി ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് തീവണ്ടിയിലെ കൊല്ലത്തേക്കുള്ള യാത്രക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിലേക്ക് കയറിയ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിനെ കാത്ത് വലിയൊരു ദുരന്തം പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു എന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. പെരുമൺ പാലത്തിൽ നിന്ന് പാളം തെറ്റി അഷ്ടമുടി കായലിന്റെ ആഴങ്ങളിലേക്ക് ഐലൻഡ് എക്സ്പ്രസ് ഊളിയിടുമ്പോൾ കൂടെ 105 ജീവനുകളും കായലിന്റെ ആഴങ്ങളിൽ അസ്തമിച്ചു. അപകട കാരണം കണ്ടെത്താൻ 2 അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടും ടൊർണാഡോ തന്നെയാണ് കാരണമായി കണ്ടെത്തിയത്. ദുരന്ത ദിനത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയിരുന്നത്. സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൺ പാലത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനായുള്ള പണികൾ നടന്നിരുന്നു. ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത്. ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കൊടി കാണിക്കുകയും ഇതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത 10 കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നതായാണ് പറയപ്പെടുന്നത്. ഐലൻഡ് എക്സ്പ്രസ് 80 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു. ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉരഞ്ഞതിന്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. അപകടത്തിൽപ്പെട്ട ബോഗികൾ ഉയർത്തുന്നതിനുള്ള റെയിൽവേയുടെ ശ്രമങ്ങൾ പോലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപകടം കാണാൻ കൊല്ലത്തേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ അന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കുണ്ടാക്കിയ തടസ്സങ്ങൾ ചില്ലറയല്ലായിരുന്നു. അപകടം നടന്ന 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളത്തിൽ ആണ്ടുകിടന്നിരുന്ന ബോഗികളിൽ നിന്നും മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു രക്ഷാപ്രവർത്തനം. ദുരന്തത്തിൽ മരിച്ച 17 പേർക്ക് യഥാർത്ഥ അവകാശികളില്ലെന്ന കാരണം പറഞ്ഞ് റെയിൽവേ അധികാരികൾ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അന്നത്തെ റെയിൽവേ മന്ത്രി മാധവ് റാവു സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇനിയും പൂർണ്ണമായും നൽകിയിട്ടില്ല. മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപയും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് 50,000 രൂപയുമായിരുന്നു നഷ്ടപരിഹാരം. അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്നത് ഔദ്യോഗിക അന്വേഷണ സംഘം അവകാശപ്പെട്ടെങ്കിലും യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയായാണ് അപകട കാരണമെന്ന് ബാംഗ്ലൂരിലെ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നു. തീവണ്ടിയുടെ 10 ബോഗികളാണ് അപകട സമയത്ത് കായലിൽ വീണത്. 105 പേരുടെ ജീവൻ പൊലിഞ്ഞതിനൊപ്പം 200ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എഞ്ചിൻ പാളം തെറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടി കായലിലേക്ക് വീഴുകയാണ് ഉണ്ടായതെന്ന് റെയിൽവേ അധികൃതർ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായ CS നായിക് നടത്തിയ അന്വേഷണത്തിലും ടൊർണാഡോ കാര്യം അടിവരയിട്ടതോടെ പിന്നെ അന്വേഷണമൊന്നും നടന്നില്ല. ദുരന്തത്തെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിൽ പോലും വെക്കേണ്ട എന്ന കീഴ്വഴക്കം ഇത് തങ്ങളിൽ തന്നെ ഒതുക്കി തീർക്കാൻ റെയിൽവേക്ക് സഹായകമായി. ദുരന്തം നടന്ന സ്ഥലത്ത് റെയിൽവേ നിർമ്മിച്ച സ്മൃതി മണ്ഡപം വർഷങ്ങളായി കാടുപിടിച്ച് കിടക്കുകയാണ്. റെയിൽവേയുടെ കൈവശമുള്ള ഈ ഭൂമി തങ്ങൾക്ക് കൈമാറണമെന്ന് സംഘടനകൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ ഇതെല്ലാം അവഗണിച്ചു. മാത്രമല്ല, വികസനം എന്ന പേരിൽ അധികൃതർ സ്മൃതി മണ്ഡപം പലതവണ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. റെയിൽവേ അധികൃതർ പെരുമൺ ദുരന്തത്തെ മറന്നു കഴിഞ്ഞെങ്കിലും വർഷങ്ങൾക്കിപ്പുറവും അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടാതെ തുടരുകയാണ്.